ഭാരതവും റഷ്യയുമായിട്ട് വലിയൊരു ബന്ധത്തിലേക്ക് അടുത്തിരിക്കുകയാണ്. ചൈനയുമായിട്ടുള്ള അടുപ്പം അത് വേറൊരു തരത്തിൽ, റഷ്യയുമായിട്ടുള്ള സഹകരണവും ട്രംപിന് ഇതെല്ലാം ഒരു വൻ തിരിച്ചടിയായിട്ടായിരിക്കും മാറാൻ പോകുന്നത്. അവിടെ ചൈനയുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് കണക്കാക്കുക വേണം, നമ്മൾ വേറെ ചർച്ച ചെയ്തതാണ്. ആ ചൈന ചതിക്കാനാണോ കൂടെ നിൽക്കാനാണോ ഒന്നും പറയാൻ പറ്റില്ല. റഷ്യയുടെ കാര്യം പറയുമ്പോൾ തീർത്തും വ്യത്യസ്തമായൊരു സംഭവം. ഭാരതത്തിന്, സ്വതന്ത്ര ഭാരതത്തിന് ആദ്യം മുതൽക്ക് തന്നെ ഭരിക്കുന്ന ഭരണാധികാരികൾ ആരെന്നുള്ളതിനൂടെ അപ്പുറം റഷ്യയും സോവിയറ്റ് യൂണിയനുമായും പിന്നീട് റഷ്യയുമായും അടുത്ത ഒരു നയതന്ത്ര ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധത്തിന് പല കാരണങ്ങളുമുണ്ട്, വിശദമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റില്ല. എങ്കിലും പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ, അവിടെ രണ്ട് രാഷ്ട്രങ്ങളെയും കൂടി ഏറ്റവും കൂടുതൽ അടുപ്പിച്ചൊരു സാഹചര്യം എന്ന് പറയുന്നത് ചൈനയും അമേരിക്കയും പാകിസ്ഥാനും ചേർന്ന് സോവിയറ്റ് യൂണിയനെയും സോവിയറ്റ് യൂണിയനോട് സഖ്യത്തിലായ ഭാരതത്തെയും, രണ്ട് രാജ്യങ്ങളെ, അതിനപ്പുറം ചൈനയ്ക്ക് വേറെ താല്പര്യമുണ്ട്. ചൈനയ്ക്ക് അന്ന് റഷ്യയുടെ അതിർത്തി കടക്കാൻ താല്പര്യമുണ്ട്, ഭാരതത്തിൻ്റെ അതിർത്തി കടന്ന് എക്സ്പാൻഡ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഈ ആഗ്രഹത്തെ മുതലെടുത്താണ് റിച്ചാർഡ് നിക്സനും കീസഞ്ചറും കൂടെ ആ ശീതസമര കാലത്ത് ചൈനയും അമേരിക്കയും കൂടെ ഒന്നിച്ചു നിന്നിട്ട് സോവിയറ്റ് യൂണിയനെയും ഭാരതത്തെയും കടന്നാക്രമിക്കാനുള്ള പദ്ധതി ഇട്ടത്. ആ കൂട്ടത്തിൽ വേട്ടയ്ക്ക് പോകുന്ന കൂട്ടത്തിൽ വേട്ടയ്ക്ക് ഒരു പട്ടിയെ കൂടെ കൊണ്ടുപോകുന്ന പോലെ കൂട്ടിയ രാജ്യമാണ് പാകിസ്ഥാൻ. അത് ഇവർക്ക് തുല്യമായിട്ടൊന്നുമല്ല, ഒരു വേട്ടപ്പട്ടിയുടെ റോളും കൊടുത്ത് പാകിസ്ഥാനും കൂടെ കൂട്ടി. പിന്നീട് നമ്മൾ ഭാരതത്തിന് നേരെയുള്ള പാകിസ്ഥാന്റെ കടന്നാക്രമണങ്ങൾ, ബംഗ്ലാദേശ് യുദ്ധം, ആ യുദ്ധത്തിൽ അമേരിക്ക സഹായിക്കാൻ വരുന്നു. ചൈനയ്ക്ക് എന്ന ആഭ്യന്തര പ്രശ്നമുള്ളതുകൊണ്ട് ചൈനയുടെ പ്രതിരോധ മന്ത്രി അന്നത്തെ മാവോയ്ക്കെതിരെ ഉയർത്തിയ വെല്ലുവിളി കാരണം ചൈന കയ്യും കെട്ടിയിരിക്കേണ്ടി വന്നു. അമേരിക്ക 7ാം കപ്പൽ പടയായിട്ട് വന്നിട്ടും തിരിച്ചു പോകേണ്ടി വന്നു. സോവിയറ്റ് യൂണിയൻ ഭാരതത്തോടൊപ്പം നിന്നു. എന്നിരുന്നാലും പിന്നീട് ഈ 3 രാജ്യങ്ങളോട് ചേർന്നുള്ള കൂട്ടായ്മ അഫ്ഗാനിസ്ഥാനിലെ വിഷയത്തിൽ സോവിയറ്റ് യൂണിയന്റെ പതനത്തിന് തുടക്കം കുറിച്ചു. ആ പതനം ഒരു ഘട്ടത്തിലെത്തിയപ്പം ഗോബച്ചോവിനെ കയ്യിലെടുത്തുകൊണ്ട് സോവിയറ്റ് യൂണിയനെ ഇല്ലാതാക്കി, പലതായി പിരിച്ചു. പക്ഷെ അവിടെയും ഭാരതത്തിനെതിരെ അവർക്ക് വിജയിച്ചിരുന്നുള്ള വേറൊരു സാഹചര്യം അതവിടെ നിൽക്കട്ടെ. എന്തായാലും റഷ്യ അങ്ങനെ സ്വതന്ത്ര രാജ്യമായി. ആ റഷ്യ കമ്മ്യൂണിസം ഉപേക്ഷിച്ചെങ്കിൽ പോലും റഷ്യ പിന്നെയും ഭാരതത്തോടുള്ള ബന്ധം അത്യാവശ്യം ദൃഢമായിട്ട് തുടരുകയായിരുന്നു. ഇവിടെ ഒരു കാര്യം ഓർക്കണം, 1977 ജനതാ സർക്കാർ വന്നപ്പോൾ സോവിയറ്റ് യൂണിയൻ ഏറ്റവും ഭയപ്പെട്ട സന്ദർഭമായിരുന്നത്. ഭാരത സർക്കാർ അമേരിക്കയോട് ചേർന്നുകൊണ്ട് സോവിയറ്റ് യൂണിയനുമായിട്ടുള്ള ബന്ധം ഏർപ്പെടുത്തുവോ, ഇന്ദിരാഗാന്ധിയും അവരുമായിട്ടുള്ള ബന്ധം കണക്കാക്കി അവർ ചിന്തിച്ചതാണ്. ഇവിടെ തെരഞ്ഞെടുപ്പുകൾക്ക് പോലും ഇന്ദിരാഗാന്ധിയും കോൺഗ്രസ് പാർട്ടിക്കും മന്ത്രിമാരും സോവിയറ്റ് യൂണിയനോട് പണം സ്വീകരിച്ചു പോലുമായിരുന്നു. അത്ര അടുപ്പമുള്ള ആ ഇന്ദിരാപക്ഷ കോൺഗ്രസ്സുകാരെ പുറത്താക്കി മറ്റൊരു ഗവൺമെൻറ് വന്നാൽ ആ ഗവൺമെൻറ് ഞങ്ങളുടെ താല്പര്യത്തിന് വിരുദ്ധമാകുമോ എന്നന്ന് സോവിയറ്റ് യൂണിയൻ ഭയപ്പെട്ടു. പക്ഷെ അന്ന് പ്രധാനമന്ത്രി കൊസിജിൻ ഭാരതത്തിൻ്റെ വിദേശകാര്യമന്ത്രിയായ അടൽ ബിഹാരി വാജ്പേയിയോട് സംസാരിച്ച ശേഷം ആദ്യമായി അദ്ദേഹവുമായി നയതന്ത്ര ബന്ധത്തിൽ സംസാരിച്ച ശേഷം നടത്തിയ പ്രഖ്യാപനം തന്നെ ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനെ കാണണമെങ്കിൽ ഇന്ത്യയിൽ പോയി വാജ്പേയിയെ കാണണമെന്നാണ് പറഞ്ഞു. അപ്പം അന്ന് തന്നെ അവർക്ക് മനസ്സിലായി ഭാരതത്തിൽ ദേശീയതയുടെ ശക്തികൾ അധികാരത്തിൽ വന്നാലും സോവിയറ്റ് യൂണിയനുടെ ബന്ധത്തിൽ തകരാറുണ്ടാവില്ല എന്ന കൃത്യമായ ധാരണ അവർക്കുണ്ടായിരുന്നു. ഏതാണ്ട് അതിൻ്റെ ഒരു പിന്തുടർച്ചയാണ് വാജ്പേയിയുടെ കാലത്തും വന്നു, പിന്നീട് വന്ന ഓരോ ഘട്ടങ്ങളിലും വന്നത്. ഏറ്റവും അവസാനം
പരിമിതമായ സമയത്തുള്ളിൽ ചർച്ച ചെയ്യുമ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഭാരതത്തിൻ്റെ വർത്തമാനകാലത്തെ പ്രധാനമന്ത്രി. ശരിക്കും പറഞ്ഞാൽ നരേന്ദ്രമോദി എന്ന വ്യക്തിയുടെ പ്രഭാവം ഈ ബന്ധത്തിൽ സ്വാഭാവികമായും നമ്മുടെ വ്ളാഡിമിർ പുടിനെ സ്വാധീനം ചെയ്ത പ്രധാനപ്പെട്ട ഒരു ഘടകമാവും. കാരണം വ്ളാഡിമിർ പുടിൻ സോവിയറ്റ് അധികാരിയാകുന്നതിന് മുമ്പ്, റഷ്യൻ അധികാരിയാകുന്നതിന് മുമ്പ് KGBയുടെ ഉത്തരവാദിത്തപ്പെട്ട പ്രസിഡന്റ് ആളാണ്. ഇന്ത്യയിലെ രാഷ്ട്രീയക്കാര് രാഹുൽ ഗാന്ധിയുടെ അമ്മൂമ്മ ഇന്ദിരയും കൂട്ടരും സോണിയ ഉൾപ്പെടെ എത്രമാത്രം പണം സോവിയറ്റ് യൂണിയനിൽ നിന്ന് വാങ്ങിയിട്ടാണ് ആ ബന്ധം അവർക്ക് എത്ര കോസ്റ്റ്ലി ആയിരുന്നു ആ ബന്ധമെന്ന് സ്വാഭാവികമായും വ്ളാഡിമിർ പുടിൻ അറിയാം. അതുപോലെ അമേരിക്കയായിട്ടുള്ള ബന്ധം ട്രംപുമായും നമ്മളിൽ പലരും അറിയുന്നതിനപ്പുറമുള്ള ബന്ധങ്ങൾ റഷ്യൻ ഭരണാധികാരികൾക്കുണ്ടായിരുന്നു. അമേരിക്കയിൽ മത്സരിച്ച പല രാഷ്ട്രപതി സ്ഥാനാർത്ഥികളും റഷ്യയുടെയും ചൈനയുടെയും ഈവൻ ഉക്രൈൻ്റെയും പോലും സാമ്പത്തിക നേട്ടമുണ്ടാക്കിയതാണ്, ജോ ബൈഡൻ ഉൾപ്പെടെ. ആ സാഹചര്യത്തിൽ അമേരിക്കൻ നേതാക്കളെ കൂടെ നിർത്തുന്നതും എത്ര പണം മുടക്കിയാലാണെന്ന് അറിയുന്നതിനുള്ള സാധ്യത വ്ളാഡിമിർ പുടിന് കൃത്യമായിട്ടുമുണ്ട്. അവിടെയാണ് ഒരാൾ എൻ്റെ രാജ്യ താല്പര്യത്തിന് വേണ്ടി മാത്രം ഇടപെടുന്നു, വ്യക്തിപരമായ യാതൊരു താല്പര്യവുമില്ല, വ്യക്തിപരമായി ഒരു തരത്തിലുള്ള സഹായത്തിന് പിന്തുണയ്ക്ക് വേണ്ടി സമീപിക്കുന്നില്ല എന്ന് ഉറപ്പുള്ള സത്യസന്ധനായ ഒരു രാഷ്ട്രീയ നേതാവിനെ ഇടപെടാൻ കിട്ടിയപ്പം വ്ളാഡിമിർ പുടിന് വ്യക്തിപരമായും നരേന്ദ്രമോദിയെ ആശ്ലേഷിക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ ബന്ധത്തിൻ്റെ അടിസ്ഥാന കാരണം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതിനപ്പുറം മറ്റൊരു കാര്യം കൂടി ഉണ്ട്. അത് പ്യുവർലി ട്രേഡാണ്. നമ്മൾ ഓർക്കണം, ഇറാന്റെ മേളിൽ ഉപരോധം തീർത്തു മൻമോഹൻ സിംഗിന്റെ കാലമാണ്. അന്ന് ആ ഇറാനിൽ നിന്ന് ഇന്ധനം വാങ്ങിയ വഴിക്ക് എന്തെല്ലാം അഴിമതിയാണ് കാണിച്ചിട്ടുള്ളതെന്നുള്ളത് നട്വർ സിംഗിന്റെ ആത്മകഥയിൽ ഉൾപ്പെടെ ഉണ്ട്. കോൺഗ്രസ് നേതാവായിരുന്ന നട്വർ സിംഗിന്റെ ആത്മകഥയിൽ ഉൾപ്പെടെ ഉണ്ട്. അന്ന് ഇന്ധനം വാങ്ങിച്ചതിന് പണം പോലും തിരിച്ചു കൊടുത്തത് നരേന്ദ്രമോദി സർക്കാർ 2014 വന്ന ശേഷമാണ്. അതിനെയും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കൊണ്ട് ഉപയോഗിക്കുകയായിരുന്നു. പക്ഷെ ഇന്ന് ഈ ഉപരോധത്തിന്റെ കാലത്ത്, അതായത് റഷ്യയിൽ നിന്ന് എണ്ണ ഒരു രാജ്യങ്ങളും വാങ്ങരുതെന്നുള്ള തിട്ടൂരമായിട്ട് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും വന്നപ്പോഴും ഭാരതത്തെ വാങ്ങിക്കുന്ന സുതാര്യമായ ഇടപാടാണ്, സുതാര്യമാണ്. ഏതെങ്കിലും വ്യക്തിയുടെയോ രാഷ്ട്രീയ പാർട്ടിയുടെ നേട്ടത്തിന് വേണ്ടിയല്ല. അതും ഭാരതത്തിന് വേണ്ടി ഉപകരിക്കപ്പെടുന്നു. ഭാരതത്തിന് മാത്രമല്ല, ഇന്ധനത്തിൻ്റെ വില അഖില ലോക അടിസ്ഥാനത്തിൽ നിയന്ത്രിക്കുക എന്നുള്ള പോസിറ്റീവ് ഇന്റൻഷന് വേണ്ടി ഉപയോഗിക്കുന്നു. അതിൻ്റെ പ്രയോജനം സ്വാഭാവികമായും റഷ്യക്കുണ്ടാവുന്നു. അത് ഒരു വഴിക്ക്. കാരണം റഷ്യയുടെ ആ ഓയിലിൻ്റെ ഇന്ധനത്തിൻ്റെ മേളിൽ വിലയ്ക്ക് ഒരു ക്യാപ്പ്, ഒരു തടപരിധി നിർണയിച്ചിട്ടാണ് ഭാരതത്തെ ആ ബിസിനസ്സിന് മറ്റ് രാജ്യങ്ങൾ അനുവദിച്ചതുപോലും, അമേരിക്ക ഉൾപ്പെടെ. അത് അവിടെ നിൽക്കട്ടെ, ആ വിഷയം വേറെ. പിന്നെ മറ്റൊന്ന്, ഭാരതത്തിന് വേണ്ട പ്രതിരോധ S-400 ഉൾപ്പെടെ ഓപ്പറേഷൻ സിന്ദൂറിലും പരീക്ഷിച്ച് തെളിയിക്കപ്പെട്ട S-400 ഉൾപ്പെടെ S-500, പിന്നെ S-ൽപ്പെട്ട ആയുധങ്ങൾ. ഈ ആയുധങ്ങൾ ഭാരതത്തിൻ്റെ പ്രതിരോധത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി പൂർണ്ണമായും ഉപകരിക്കാവുന്ന തരത്തിൽ ഭാരതത്തിന് നൽകാം. അത് ഏറ്റവും പ്രയോജനക്ഷമമാണ്, എഫക്റ്റീവാണ്. അത് നൽകാം എന്ന് പറയുമ്പം അതിൽ സാങ്കേതിക വിദ്യ ഉൾപ്പെടെ കഴിയുന്നത്ര പങ്കുവെക്കാൻ തയ്യാറുള്ള മനോഭാവം റഷ്യ കാണിക്കുമ്പം സ്വാഭാവികമായും ഭാരതത്തിന് താല്പര്യം ഉണ്ടാവും. അമേരിക്ക ആണെങ്കിലോ ആയുധം തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗ്രിമെൻ്റ് ആയാൽ പോലും സമയത്തിന് തരത്തില്ല. തന്നു കഴിഞ്ഞാലും സാങ്കേതികത്വം
ഇങ്ങോട്ട് നൽകില്ല. ഉപകരിക്കേണ്ട ആവശ്യം വരും, ഉപയോഗത്തിന് വേണ്ടി വരുമ്പം അമേരിക്കയുടെ സഹായമില്ലാതെ ഏറ്റവും പ്രധാനം ഓപ്പറേഷണൽ റിക്വയർമെന്റ് ഉള്ളപ്പം സംഗതി കിട്ടില്ല. അപ്പം അങ്ങനെ വരുമ്പം അങ്ങനെ ഒരു വിശ്വസിക്കാൻ കൊള്ളാത്ത രാജ്യം പണത്തിന് വേണ്ടി വ്യാപാരം ചെയ്യും, പണത്തിന് അപ്പുറമുള്ള കാര്യം രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി ആ വ്യാപാരത്തിന് അട്ടിമറിക്കുകയും ചെയ്യുന്ന അമേരിക്കൻ തന്ത്രത്തിന് മുമ്പിലാണ് ആയുധം വാങ്ങിക്കുന്നത്. ആയുധം വാങ്ങിക്കാൻ വേണ്ടി പണം തരുന്നു, സാധനം തരുന്നു, അതും ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള യുദ്ധോപകരണങ്ങൾ തരുന്നു. ആ ഒരു ബന്ധമെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും പരസ്പര പൂരകങ്ങളായിരുന്നു. രണ്ട് രാജ്യങ്ങളെ ബന്ധമുണ്ട്. ഇനി ഒരു കാര്യം കൂടി ഞാൻ എടുത്തു പറയാം. ഇത് ഉക്രൈൻ സംഘർഷം ഉണ്ടായ കാലത്ത് ഞാൻ എഴുതിയതാണ്. ചൈന ഇടപെട്ടത് പോലും ആ യുദ്ധത്തിന്റെ എരിതീയിൽ എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായി ഞാൻ എൻ്റെ കാര്യം പറയുക. സോവിയറ്റ് യൂണിയൻ പരാജയപ്പെട്ടാലും റഷ്യ പരാജയപ്പെട്ടാലും വിജയിച്ചാലും നേട്ടമെന്ന മട്ടിലായിരിക്കണം. കാരണം റഷ്യ പരാജയപ്പെടുകയാണെങ്കിൽ പകുതി റഷ്യയെ ചൈനയോട് ചേർക്കാനും പകുതി യൂറോപ്പിന് വിട്ടുകൊടുക്കുക, പണ്ട് ജർമ്മനി വീതിച്ചെടുത്ത പോലെ ആ ഒരു താല്പര്യം ചൈനയ്ക്കില്ലായിരുന്നു എന്ന് ആർക്കെങ്കിലും ഉറപ്പിച്ചു പറയാൻ പറ്റുമോ? ഭാരതത്തെ അങ്ങനെ ഒരു താല്പര്യവും ഇല്ല. യുദ്ധം ഉണ്ടായപ്പോഴാദ്യം തന്നെ റഷ്യൻ നേതാവ് പുടിനോടും ഉക്രൈനിലെ സെലൻസ്കിയോടും പറഞ്ഞു, ഇത് യുദ്ധത്തിന്റെ സമയമല്ല എന്ന് പറഞ്ഞു. ഇന്നലെ മിനിഞ്ഞാന്ന് ആ ചൈനയിലെ SCO സംഭാഷണത്തിലും അവിടെ വെച്ചും പുടിനോട് പറഞ്ഞു യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞു. യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പറയുന്നത് യുദ്ധം ഉണ്ടായിട്ട് നേട്ടം കൊല്ലാൻ ആഗ്രഹിക്കുന്ന ഒന്ന് ആലോചിച്ച് നോക്കി. യുദ്ധം ഇങ്ങനെ മുന്നോട്ട് പോവുക, എണ്ണ വാങ്ങിക്കാനുള്ള സാഹചര്യം കിട്ടുക, ആ ലാഭം ഉണ്ടാക്കാനല്ല നോക്കുന്നത്. യുദ്ധത്തിൻ്റെ സമയമല്ല എന്ന് പറയുമ്പം ഒരു പരിഹാരത്തിന് വേണ്ടി സെലൻസ്കിക്കും പുടിനും മോദിയും ഒന്നിച്ചിരിക്കുന്നതിന് മുമ്പ് വിളിച്ച് കാര്യം പറയാവുന്ന തരത്തിലേക്ക് രണ്ടു കൂട്ടരുടെയും ആ വിശ്വാസം നേടിയെടുക്കാൻ മോദിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നരേന്ദ്രമോദിയുടെ വ്യക്തിപ്രഭാവത്തിനപ്പുറം ഭാരതം ആയിരക്കണക്കിന് വർഷങ്ങളായി തുടർന്നു പോരുന്ന സംസ്കാരത്തിന്റെ ഭാഗമായി കിട്ടുന്ന അവസരങ്ങൾ അന്യനെ പരസ്പരം തെല്ലിച്ചും ആക്രമിച്ചും കീഴടക്കാനല്ല, കടന്നാക്രമിക്കുന്നവരെ പോലും മാനസികമായ പരിവർത്തനം നടത്തിയോ അല്ലെങ്കിൽ അത്യാവശ്യമായ ആയുധം ഉപയോഗിച്ചോ അവരെ മാനേജ് ചെയ്ത് സമാധാനത്തിന് വഴിയുണ്ടാക്കാൻ ശ്രമിക്കുന്ന ആ ഭാരതത്തിൻ്റെ ചരിത്രപരമായ സാംസ്കാരിക പിന്തുടർച്ച നരേന്ദ്രമോദിയുടെ കണ്ടപ്പം ഇതൊന്നും ഞാൻ ചെയ്യുന്നത് എനിക്ക് വേണ്ടിയല്ലെന്നും എൻ്റെ രാജ്യത്തിന് വേണ്ടിയാണ്, സംശയമൊന്നുമില്ല. ഞാൻ ചെയ്യുന്ന ഒന്നും എൻ്റെ രാജ്യത്തിന് വേണ്ടിയല്ല, ആണ് എനിക്ക് വേണ്ടിയല്ല. എൻ്റെ രാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ ലോകത്തിന് പ്രയോജനപ്പെടുന്നതിന് എനിക്കൊട്ടും മടിയുമില്ല. കാരണം ഭാരതത്തെ വിശ്വബന്ധുവായി ലോകരാജ്യങ്ങളുടെ എല്ലാം സുഹൃത്താക്കി മാറ്റുക എന്നതാണ് എൻ്റെ ലക്ഷ്യം എന്ന അക്ഷരത്തെറ്റില്ലാതെ കൃത്യമായി പറയുന്ന വീക്ഷണ വ്യക്തതയോടെ ലോകത്തോട്ട് പറയുന്ന നരേന്ദ്രമോദിയെ കൂടെ ചേർത്ത് നിൽക്കുന്നതിന് വ്ളാഡിമിർ പുടിൻ തയ്യാറാകുന്നതിൽ അതിശയിക്കാനൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ചൈനയ്ക്ക് പോലും തെറ്റായ ലക്ഷ്യങ്ങൾ ഉണ്ടാവാം. ഒരു കാര്യം ഓർക്കുക, ചൈന ഒരു കാലത്ത് വിയറ്റ്നാമിൽ കൊസിജിൻ മരിച്ച സന്ദർഭത്തിൽ ഹോച്ചിമിൻ മരിച്ച സന്ദർഭത്തിൽ റഷ്യയുടെ അന്നത്തെ പ്രധാനമന്ത്രി ആദരാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി പോയി, വിയറ്റ്നാമിൽ പോയി. തിരിച്ചു വന്നപ്പം അദ്ദേഹത്തിൻ്റെ എയർക്രാഫ്റ്റിന് ഇന്ധനം നിറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള അനുവാദം ചൈന കൊടുത്തില്ല. ഭാരതത്തിൽ നിന്നാണ് ഇന്ധനം നിറച്ചു പോയത്. ഇതാണ് ചൈനയ്ക്ക് അന്നൊരു കമ്മ്യൂണിസ്റ്റ് രാജ്യം കൂടിയായിരുന്ന സോവിയറ്റ് യൂണിയനുള്ള ബന്ധം. ആ ബന്ധം അങ്ങനെ ഇരിക്കെ
രണ്ട് രാജ്യങ്ങളുടെയും മ്യൂച്വലി ബെനിഫിഷ്യൽ ആയിട്ടുള്ള, പരസ്പരം സഹായകരമായിട്ടുള്ള, ഇനിയും സഹായകരമായിട്ടുള്ള വേറെ നിരവധി ഘടകങ്ങൾ വേറെയുണ്ട്. അതിലേക്ക് നമുക്ക് ചർച്ച കൊണ്ടുപോകാൻ സമയമില്ല. എങ്കിലും റഷ്യയും ഭാരതവും ഒന്നിച്ചെന്നാൽ അത് രണ്ട് രാജ്യങ്ങൾക്കും ലോകത്തിനും ഗുണപ്പെടും എന്ന കൃത്യമായ അജണ്ടയുടെ പേരിലാണ് ഈ ബന്ധം. അല്ലാതെ ചൈനയായിട്ടോ ഇവൻ അമേരിക്കയായിട്ടോ ഉണ്ടാകുന്ന താൽക്കാലികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള പരസ്പര ബന്ധമല്ല. അതുകൊണ്ട് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ നരേന്ദ്രമോദിയോട് ചൈനയിൽ വെച്ച് കാണിച്ച ആ സൗഹൃദമെല്ലാം സ്വാഭാവികമാണ്. അത് ആത്മാവിൻ്റെ ഉള്ളിൽ നിന്നുള്ളതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ആ സൗഹൃദം അത് കൂടുതൽ ദീർഘകാലം ലോകത്തിന് നന്മയ്ക്ക് വേണ്ടി പുലരട്ടെ. അതിനിടയ്ക്ക് സാധിക്കുമെങ്കിൽ ഉക്രൈൻ വിഷയത്തിലും ഒരു സമാധാനം ഉണ്ടാവട്ടെ എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.